സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 4 ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ ഇറ. 7ാം സ്റ്റാൻഡേർഡിലെ 4ാമത്തെ അധ്യായമായ ഇന്ത്യ ഒരു പുതുയുഗത്തിലേക്ക് എന്ന അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക. We have discussed about the regional organizations. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാദേശിക സംഘടനകൾ എങ്ങനെയൊക്കെയാണ് രൂപം കൊണ്ടതെന്നും പ്രാദേശിക സംഘടനകൾ കൊടുത്ത മുൻതൂക്കം എന്തിനാണ് കൊടുത്തതെന്നുമാണ് പഠിച്ചു നിർത്തിയത്. പ്രാദേശിക സംഘടനകളായ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, അതുപോലെ തന്നെ പുനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ കുറിച്ചാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഓൾ ദീസ് ഓർഗനൈസേഷൻസ് ഗേവ് പ്രയോറിറ്റി ടു ദ റീജിയണൽ പ്രോബ്ലംസ്. അവരെല്ലാവരും മുൻഗണന കൊടുത്തത് അവിടുത്തെ തന്നെ പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ദിസ് നെസസിറ്റേറ്റഡ് ഫോമിംഗ് ഓഫ് എ നാഷണൽ ഓർഗനൈസേഷൻ. ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അങ്ങനെയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതിലൂടെയാണ് ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്? 72 റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻസ് അക്രോസ് ഇന്ത്യ അസംബിൾഡ് ഇൻ ദ വാസ്റ്റ് ഓഡിറ്റോറിയം ഓഫ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, ബോംബെ ഓൺ 28 ഡിസംബർ 1885. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ അവിടെ ഒത്തുകൂടിയിരിക്കുന്നു. അവർ ദേ വെയർ ഓഫ് ഡൈവേഴ്സ് അറ്റയർ, റിലീജിയൻ ആൻഡ് ലാംഗ്വേജ്. അവരെങ്ങനെയുള്ളവരാണ്? പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു ഈ 72 പേരും. W.C. Banerjee presided over this meeting initiated by the former British civil servant A.O. Hume. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ W.C. ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അപ്പോൾ അന്നത്തെ ആ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരുന്നു W.C. ബാനർജി. A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്തത്. A.O. ഹ്യൂം. ഈ യോഗത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെട്ടത്. അപ്പോൾ 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ 72 പേർ, വിവിധ മതക്കാരും ഭാഷക്കാരും വേഷക്കാരുമായ 72 പേര് ഒത്തുകൂടുകയും W.C. ബാനർജിയുടെ അധ്യക്ഷതയിൽ ഒത്തുകൂടുകയും A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അതിന് ഈ യോഗം വിളിച്ചു കൂട്ടാൻ മുൻകൈ എടുക്കുകയും ചെയ്യുകയും ചെയ്തു. അവിടെ വെച്ചാണ് നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. അവിടുത്തെ ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വി ഡിസയർ ദാറ്റ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ഷുഡ് ബി ഫർദർ മോഡേണൈസ്ഡ് ആൻഡ് വി ബി മെയ്ഡ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറേ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നാണ് W.C. ബാനർജി അവിടെ പറഞ്ഞത്. നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമായി തീരേണ്ടതുണ്ട് ഭരണത്തിൻ്റെ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സംഘടന രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ചിത്രമാണ് കേട്ടോ. വിവിധ വേഷക്കാരല്ലേ അവരെല്ലാവരും. അതുപോലെ തന്നെ അവർ വിവിധ ഭാഷക്കാരും പല മതക്കാരും ഒക്കെ ആയിരുന്നു. ഡെലിഗേറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയും ദ മേജർ എയിംസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെയർ. എന്തായിരുന്നു? ഏതൊരു സംഘടനയ്ക്കും ഒരു ഉണ്ടാവില്ലേ? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, ടു പ്രൊമോട്ട്
ഫെലോ ഫീലിംഗ് എമംഗ് ദ വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം. രണ്ടാമത്തേതോ, ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദ റിലീജിയസ് കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക. അതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുക. ഇത്രയുമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്നാമത്തേത്, ടു പ്രൊമോട്ട് ഫെലോ ഫീലിംഗ് എമംഗ് ദ വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക. രണ്ടാമത്തേത്, ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദ റിലീജിയസ് കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇത്രയുമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. With the formation of the Indian National Congress, the agitations against the British attained an organized nature. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. കാരണം ഒരു ഐക്യബോധം അതിലെ സമരത്തിന് ഉണ്ടായി. Such organized agitations against the British power can be called the national movement. അങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനമെന്ന് വിളിക്കാം. ആ സംഘടിത പ്രക്ഷോഭങ്ങളെ വിളിക്കുന്ന പേരാണ് നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനം. Based on the style and strategies of the agitations, the national movement can be divided into 3 phases. സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് വിഭജിക്കാം. ആ സമര രീതിക്ക് തന്നെ വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു. ആ സ്വഭാവം വെച്ച് അതിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ആ ദേശീയ പ്രസ്ഥാനത്തിനെ, നാഷണൽ മൂവ്മെൻറ്റിനെ. ഫസ്റ്റ് വൺ, ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മോഡറേറ്റ്, സമാധാന പ്രിയരായിരിക്കും അവർ. ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, രണ്ടാമത് തീവ്ര ദേശീയതയുടെ കാലഘട്ടം. അതിൽ നിന്ന് നമുക്കറിയാം അവരെങ്ങനെയാണ്, വയലേഷൻ ആയിരിക്കും അവിടെ അല്ലേ. അവർ നന്നായിട്ട് അവരുടെ ദേശീയ ബോധം തീവ്രമാണ്, കഠിനമാണ്. മൂന്നാമത്തതാണ് ഗാന്ധിയൻ കാലഘട്ടം, ഗാന്ധിയൻ ഇറ. ദ പീരീഡ് ഫ്രം 1885 to 1905 വാസ് ദ മോഡറേറ്റ് നാഷണലിസം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മിതവാദ ദേശീയത ആണെന്ന് പറയുന്നത്. ആദ്യത്തെ കാലഘട്ടം മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം എന്ന് പറയുന്നത് 1885 1905 ഇടയ്ക്കാണ്. ദ ലീഡേഴ്സ് ഓഫ് ദിസ് പീരീഡ് വെയർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാലത്തെ ആ നേതാക്കന്മാർ, ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർ. ദ പ്രോമിനൻ്റ് എമംഗ് ദം വെയർ, അതിൽ പ്രമുഖരാരൊക്കെയാണ്? ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് ബദറുദ്ദീൻ തേബ്ജി ആൻഡ് ഫിറോസ് ഷാ മേത്ത. ആരൊക്കെയാണ്? ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തേബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവരായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ദെയർ പോളിസി was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protest. അവരുടെ സമരരീതി എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞു മിതവാദമാണ്, മോഡറേറ്റ് ആണ് എന്ന് വെച്ചാൽ സമാധാനപ്രിയരായിരുന്നു അവർ. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ അവർ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിച്ചത്. അല്ലാതെ അക്രമം ഒന്നും അവർ ചെയ്തിരുന്നില്ല. Unfortunately, the British officials did not properly consider them. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. കാരണം സമാധാനപരമായി അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടും പരാതിയായിട്ടും പ്രമേയമായിട്ടും പ്രതിഷേധമായിട്ടും ഒക്കെ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതൊന്നും തന്നെ കണക്കിൽ എടുത്തില്ല, വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. അതായിരുന്നു ദ പീരീഡ് ഓഫ് മോഡറേറ്റ്
നാഷണലിസം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അതായിരുന്നു. ആ നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മിതവാദ ദേശീയതയുടെ ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ദിയബ്ജി, ഫിറോസ് ഷാ മേത്ത ആൻഡ് ദാദാബായ് നവറോജി. These leaders studied the root causes of the poverty in British India, and these studies formed the ideological base for the national movement. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയെന്ന് ഇവർ പഠിച്ചു. ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ദരിദ്രമായി പോയത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് അവരൊരു പഠനം തന്നെ നടത്തി. അതിൽ നിന്ന് ഉണ്ടായ ഒരു തിയറി ആയിരുന്നു എന്ത്? ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം. ആരുടെ? ദാദാബായ് നവറോജി. ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം, അതായത് ഡ്രെയിൻ തിയറി. There was a drain of wealth from India to England during colonial rule. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പല തരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ഡ്രെയിൻ നമുക്കറിയാം, ചോർച്ച, അവർ ചോർത്തിക്കൊണ്ടുപോയി. എങ്ങനെയൊക്കെ? ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്സ്. എങ്ങനെയൊക്കെയാണ്? ശമ്പളമായും സമ്മാനമായും നികുതിയായും ഒക്കെ ആയിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. He proved that the economic drain under the British rule is the root cause of poverty in India. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാബായ് നവറോജി സമർത്ഥിച്ചു. കാരണം നമ്മുടെ പണം ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു, ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ഡ്രെയിൻ ചോർത്തിക്കൊണ്ടിരുന്നു. ഇതായിരുന്നു നമ്മുടെ ദാരിദ്ര്യത്തിന് കാരണമെന്ന് ദാദാബായ് നവറോജി തെളിയിച്ചു. അടുത്ത ഭാഗം പാർട്ടീഷൻ ഓഫ് ബംഗാൾ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ബംഗാളിലേക്ക് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചു ആദ്യമായിട്ട് എന്ന് നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഓർക്കുമെന്ന് കരുതുന്നു. പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനം. ദ സീറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ വാസ് ബംഗാൾ. എന്താണ്? ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചു. പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞത്? സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ദേ ഹാഡ് ബീൻ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് എഗനിസ്റ്റ് ദ പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ആര് നടത്തി? ബംഗാളിലെ ജനങ്ങൾ നടത്തിയിരുന്നു. അവരെതിർപ്പായിരുന്നു ബ്രിട്ടീഷുകാരോട്. In 1904, the Secretary of Home Affairs, Risley, observed Bengal united is power. Bengal divided will pull several different ways. One of our main objectives is to split up and thereby weaken a solid body of opponents to our rule. എന്താണ് പറഞ്ഞത്? ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, അല്ലേ? ഐക്യം അവിടെ ഒരു ശക്തിയാണ്, എപ്പോഴും ഒന്നിച്ചു നിൽക്കുകയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നവരെ രണ്ടാക്കിയാൽ എന്ത് ചെയ്യും? അവിടെ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരമാണ് നിരീക്ഷിച്ചത്. ആരായിരുന്നു റിസ്ലെ? അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു റിസ്ലെ 1904. അദ്ദേഹം വിലയിരുത്തിയത് എന്താണ്? ഒന്നിച്ചു നിൽക്കുന്ന ബംഗാളിനെ നമുക്ക് രണ്ടാക്കാം. രണ്ടാക്കിയാൽ ഒന്നിച്ചു നിൽക്കുന്നവരുടെ ശക്തി കുറയും. അങ്ങനെ നമുക്ക് അവിടെ അവരുടെ കരുത്ത് ചോർത്താമെന്ന് അദ്ദേഹം നിരീക്ഷിച്ച് മനസ്സിലാക്കി. The British officials treated Bengal as a growing power against the British rule. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന ശക്തിയാണ് ഏത്? ബംഗാൾ. അങ്ങനെയാണ് അവിടുത്തെ അധികാരികൾ ബംഗാളിനെ കണ്ടത്. ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ വൈസ്രോയ് ലോർഡ് കഴ്സൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. ഈ സാഹചര്യത്തിൽ വൈസ്രോയിയായ കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു.
ഒന്നിച്ചു നിന്ന ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയുമെന്ന് റിസ്ലെ അഭിപ്രായപ്പെടുകയും അതനുസരിച്ച് അവിടുത്തെ അധികാരിയായിരുന്ന വൈസ്രോയിയായിരുന്ന കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ദ മാപ്പ് ഓഫ് ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. 1905 വിഭജിക്കപ്പെട്ട ബംഗാളിൻ്റെ ഭൂപടം. അപ്പോൾ പല ഘടകങ്ങളുണ്ട് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കാൻ കാരണം. എന്താണ്? ഒന്നാമത് ഇവരുടെ യൂണിറ്റി, ഇവരുടെ ശക്തി, അത് നശിപ്പിക്കുക, അതില്ലാതെയാക്കുക എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരേ ഒരു ലക്ഷ്യം. നാഷണൽ ഡെയിലീസ്, പോയറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് സ്ട്രോങ്ലി ഒപ്പോസ് ദ പാർട്ടീഷൻ. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. ആർക്കും ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. The great poet Rabindranath Tagore made his stand on the partition explained. He stated, "The East and West Bengal are the two chambers of the same heart which is made fertile by the Ganga and Brahmaputra." അതിൽ കൂടുതലായിട്ട് എതിർത്തതാരായിരുന്നു? മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ. ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് അദ്ദേഹം ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്. എങ്ങനെ വ്യക്തമാക്കി? The East and West Bengal are two chambers of the same heart which is made of fertile by the Ganga and the Brahmaputra. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ബംഗാളിനെ വിഭജിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതും ഈ രണ്ട് അറകളെയാണ്. It is the warm blood of originating from the vessels that flows through the arteries of the Bengalis. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. എന്ന് വെച്ചാൽ ബംഗാളിനെ രണ്ടാക്കിയാൽ, ഹൃദയത്തെ രണ്ടാക്കിയാൽ പിന്നെ ജീവൻ നിലനിൽക്കുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒന്നായി നിൽക്കുന്ന ബംഗാളിനെ ഒന്നാക്കി തന്നെ നിർത്തണമെന്ന് മഹാകവിയായ രവീന്ദ്രനാഥ് ടാഗോർ അഭിപ്രായപ്പെട്ടു. ഒരിക്കലും ബംഗാളിനെ രണ്ടാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ശക്തമായിട്ട് വാദിച്ചു. കാരണം അവരുടെ സിരകളിലൂടെ ഒഴുകുന്നത് ആ രക്തമാണ്. അത് രണ്ടാക്കി മാറ്റിയാൽ പിന്നെ രക്തം ഒരേപോലെ ഒഴുകുമോ സിരകളിലൂടെ? ഇല്ല, നാശത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അതിനെ ആരാണ്? ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഒന്നടങ്കം ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ പാർട്ടീഷനെ ശക്തമായിട്ട് എതിർത്തു. ഇനി എങ്ങനെയൊക്കെയായിരുന്നു ഇവരുടെ എതിർപ്പ്? ബംഗാൾ ബേൺസ്, ജ്വലിക്കുകയായിരുന്നു ബംഗാൾ. The agitations against the partition stirred Bengal. വിഭജനത്തിനെതിരായ സമരം ബംഗാളിനെ ഇളക്കി മറിച്ചു. How did the people of Bengal protest against the partition? ഏതെല്ലാം രീതിയിലാണ് ബംഗാൾ വിഭജനത്തിനെതിരായി അവർ പ്രതികരിച്ചത്? അതാണ് താഴെ പറയുന്ന പോയിന്റുകൾ. ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, അവരെന്ത് ചെയ്തു? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന, ബ്രിട്ടീഷുകാരുടെ വസ്തുക്കൾ വിൽക്കുന്ന കടകളെല്ലാം അവർ ഉപരോധിച്ചു. ബേൺ ഫോറിൻ ക്ലോത്ത്സ്, അതുപോലെ അവരുടെ വസ്ത്രങ്ങൾ, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ്, നമ്മുടെ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് ആൾക്കാരെ പ്രേരിപ്പിച്ചു. ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും അവർ സംഘടിപ്പിച്ചു. അതായത് അവിടെ നടന്ന മറ്റൊരു പ്രതിഷേധമായിരുന്നു ബാൻ ഓൺ ഷുഗർ, പഞ്ചസാരയെ അവർ ബഹിഷ്കരിച്ചു. എന്തിന്? ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്ട്സ്, അവർ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നൊരു മുദ്രാവാക്യം തന്നെ ഉണ്ടാക്കി. വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് ദ അജിറ്റേഷൻസ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ദ പീപ്പിൾ വെയർ എക്സോർട്ടഡ് ദ ബോയ്ക്കോട്ട്. ഈവൻ വെഡ്ഡിംഗ് ടീ പാർട്ടീസ് വെയർ ഫോറിൻ മെയ്ഡ് ഷുഗർ വാസ് യൂസ്ഡ്. എന്താണ്? ഇപ്രകാരം വിദേശ നിർമ്മിതമാണ് പഞ്ചസാര, അതിട്ട് ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങളില്ലേ, ആ വിവാഹങ്ങളെല്ലാം ബഹിഷ്കരിക്കാൻ അവിടെ ആഹ്വാനമുണ്ടായി. ദ നാഷണലിസ്റ്റ് പ്രൊമോട്ടഡ് ജാഗറി ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? പഞ്ചസാരയ്ക്ക് പകരം എന്തുപയോഗിക്കണം? ശർക്കര ഉപയോഗിക്കണം എന്ന് ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചു. കാരണം സ്വദേശിയമായ നമ്മുടെ സ്വദേശത്തെ ശർക്കര ഉപയോഗിക്കുക, വിദേശിയായ പഞ്ചസാരയെ ഉപേക്ഷിക്കുക. അതാണ് പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ അവരെന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചു.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതികരിച്ചത്. കൺസിഡറിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ അജിറ്റേഷൻസ്, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് കമ്പൽഡ് ടു വിഡ്രോ ദ പാർട്ടിഷൻ. അങ്ങനെ അവസാനം സമരത്തിൻ്റെ തീഷ്ണത മനസ്സിലാക്കിയ ഗവൺമെൻറ്റിന് ബംഗാൾ വിഭജന തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. കണ്ടോ, അവിടെ നന്നായി ശക്തമായിട്ട് ബംഗാൾ എതിർത്തത് കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യേണ്ടി വന്നു? ബംഗാൾ വിഭജന തീരുമാനം വേണ്ട എന്നവർ വെച്ച് അത് പിൻവലിക്കേണ്ടി വന്നു. അത്രയുമാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി 3 പ്രാവശ്യമെങ്കിലും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ശേഷം ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും പാഠഭാഗം നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.